ഇന്ന് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കണ കണ്ടാലോ. അപ്പോൾ കൂന്തലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഒരു കുക്കർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് ഒറ്റ വിസിലിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കൂന്തലിന് അത്യാവശ്യം വേവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത്. പിന്നെ ഒരു ചട്ടി എടുത്തുകൊണ്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 3 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് വാടി വരാൻ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിട്ട് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് പിന്നെ 3 തക്കാളി 4 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം വഴറ്റുക. ഉള്ളിയും തക്കാളിയും നല്ലോണം വാടി വരണം. അത് നല്ലോണം വാടി വന്നിട്ട് വേണം മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാൻ. കൂന്തൽ വേവിച്ചാൻ വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 സ്പൂണ് മുളകും പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അതിട്ടുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് വേവിച്ച് വെച്ച കൂന്തലുണ്ടല്ലോ ആ വെള്ളത്തോടൊക്കെ ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല ഗ്രേവി പോലെ ആക്കി വറ്റിച്ചെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റി വരാണ്ട് കേട്ടോ. അപ്പോൾ തുറന്ന് വെച്ചുകൊണ്ട് നമുക്ക് വറ്റിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ നമ്മളെ ടേസ്റ്റിയായ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടോ. അപ്പോൾ താങ്ക് യു.